നമ്മുടെ മുഴുവൻ ചർച്ചകളും ഇപ്പോൾ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, എൻ വാസു ഉദ്യോഗസ്ഥർ എന്ന തലത്തിലാണ്. ഇതിലിനിയും ഇന്നലെ പറഞ്ഞതുപോലെ ദൈവതുല്യരെന്ന് കരുതിയിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പത്മകുമാറിന് ഇപ്പോൾ പാർട്ടി സംരക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വളരെ ശക്തമായ നിലപാട് ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഒരു തരത്തിലും പാർട്ടിക്കോ സർക്കാരിനോ ഈ SIT അന്വേഷണത്തിൽ ഒരു സംരക്ഷണവും കൊടുക്കാൻ കഴിയില്ല. ഇനി രാഷ്ട്രീയമായി സംരക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ മനസാക്ഷി കോടതി തീരുമാനിക്കട്ടെ എന്നൊരു നിലപാട് CPM ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. CPM എടുത്തിരിക്കുന്ന നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. ഉയർന്നിരിക്കുന്നത് ഗൗരവതരമായ വിഷയങ്ങളാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. കുറ്റാരോപിതൻ മാത്രമാണ് എന്നുള്ളതാണ് സാങ്കേതികമായ ന്യായമെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊരു പക്ഷേ പുറത്താക്കാനാണ് സാധ്യത. ചുരുങ്ങിയത് സസ്പെൻഷനിലേക്കെങ്കിലും പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുന്നതുവരെയും ഈ പത്മകുമാറിനെതിരെയുള്ളത് ഭരണപരമായ വീഴ്ചയും ഒരു ഗൂഢാലോചനയിൽ അതുവഴി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ വസ്തുതയും മാത്രമാണ്. ഇതിലേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സോളിഡ് എവിഡൻസ് SITക്ക് ലഭിച്ചു എന്ന് നമ്മൾ കരുതുന്നത് ഇന്നിപ്പോൾ വീട്ടിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തെ തുടർന്നാണ്. ബന്ധുക്കളുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടോ ഭൂമി ക്രയവിക്രയങ്ങളോ പത്മകുമാർ നടത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും പാർട്ടി ഒരു മിനിറ്റ് പോലും ഈ പത്മകുമാറിനെ ആ സ്ഥാനത്ത് വെച്ചിരുത്താൻ അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്.